നിങ്ങൾ മൺസൂൺ ട്രെക്കിംഗ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ വിട്ടോ മഹാരാഷ്ട്രയിലേക്ക്. ഇതിലും മനോഹരമായ പ്ലേസ് മറ്റു പ്രദേശങ്ങളിൽ കിട്ടാൻ പ്രയാസമാണ്. ഈ രണ്ട് പർവ്വതത്തിൽ ഇതിന്റെ മുകളിലാണ് നമ്മൾ കയറുന്നത്. അതുമ്മലേക്ക് ഈ രീതിയിലുള്ള ഒരുപാട് പർവ്വതങ്ങൾ പിന്നെ ഇവിടെ ഈ ഡക്കാൻ ഏരിയയിലുണ്ട്. ദൗലത്താബാദ് ഫോർട്ടൊക്കെ കണ്ട് കുറെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞത്. അന്ന് മുതലേ നമ്മളെ മനസ്സിലുണ്ട് ഈ ഒരു ഫോർട്ടിൽ കയറുക എന്നുള്ളത്. അതാണ് നമ്മളിന്ന് നമ്മളെ ബക്കറ്റ് ലിസ്റ്റിലുള്ള മെയിൻ ഐറ്റം ഹരിഹർ ഫോർട്ട്. അതാണ് നമ്മളിന്ന് ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. ഇത് കയറാണ്ടിരുന്ന ഏറ്റവും സേഫ്. കാലാവസ്ഥ പ്രതികൂലമാണ്, കയറുന്നത് പലവട്ടം ആലോചിച്ചു. പിന്നെ ഡെസ്റ്റിനി കുട്ടി കയറി. ഇത്രയും റിസ്ക്കുള്ള ട്രക്കിങ് നമ്മൾ വേറെ ചെയ്തില്ല. ഏറ്റവും മുകളിൽ വരുത്തിയിട്ടുണ്ട്. कहाँ से? मैं केरला से। नासिक। ये शेयर करता हूँ, शेयर कर. സ്പൈസ് റൂട്ട് ഇത് ഈ മലയുടെ സൈഡ് കൂടെയുള്ള വഴിയാണ് കേട്ടോ. പാറ വെട്ടി ആക്കി വെച്ചു. ഇങ്ങോട്ടൊക്കെ ഒന്നും കാണുന്നില്ല. और ऊपर है बहुत डेंजर है अभी तो. डेंजर है? हाँ डेंजर है. मजा आएगा. डेंजर है. छत्रपति शिवाजी महाराज की हर हर महादेव. 12 ആനയും അതിന്റെ തോട്ടിയും തരാന്ന് പറഞ്ഞാലും ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ കയറി. അത്രക്ക് റിസ്ക് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്ന് ഞാനുള്ളത് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലാണ്. നാസിക് എന്ന സ്ഥലത്തെ നിങ്ങൾക്ക് ആർക്കും കൂടുതലായി ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളിക്കൃഷി നടത്തുന്നത് നാസിക്കിലാണ്. ഇവിടെ നിന്നാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്കെല്ലാം വിവിധ ക്വാളിറ്റിയിലുള്ള ഉള്ളി ലോഡ് കണക്കിന് കയറി പോകുന്നത്. അങ്ങനെ ഒരു വ്യാപാര ആവശ്യത്തിനാണ് ഞാനിവിടെ നാസിക്കിൽ എത്തിയിരിക്കുന്നത്. നാസിക്കിലെ ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ കണ്ട ഒരു പ്രധാന വിഭവമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് സാബുദാന കിച്ചടി. മലയാളികൾ പ്രധാനമായും പായസം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാബൂൻ അരി കൊണ്ടുള്ള ഒരു ഉപ്മാവ് പോലുള്ള ഒരു വിഭവമാണിത്. അതായത് സാബുദാന കിച്ചടി എന്നാണ് ഇവിടെ ഇതിന് പറയുന്നത്. നല്ല പോലെ വിശക്കുന്നതിനാൽ ഒരു പ്ലേറ്റ് സാബുദാന കിച്ചടിയും അതുപോലെ ഒരു ആലു പൊറോട്ടയും വാങ്ങിക്കഴിച്ചു. ഇവിടെ എല്ലാ വിഭവങ്ങളുടെയും കൂടെ കറിയായിട്ട് ലഭിക്കുന്നത് അച്ചാറ് അതുപോലെ തൈര് തുടങ്ങിയവയാണ്. നാസിക്കിൽ നിന്നും 1 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്ത് നമ്മൾ ത്രംബകേശ്വർ എന്ന സ്ഥലത്തെത്തി. ഇവിടെയാണ് വളരെ പ്രശസ്തമായ ത്രംബകേശ്വർ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ത്രംബക്കിൽ നിന്നും ഏതാണ്ട് 14 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ഹരിഹർ ഫോർട്ട്, അതായത് യാദവ ഭരണകാലത്ത് നിർമ്മിച്ച ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത്. അവിടേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വളരെയധികം ടൂറിസ്റ്റുകൾ ട്രക്കിങ്ങിനായി എത്തുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച. ഇന്ന് ചെറിയ രീതിയിൽ മഴയുള്ളതിനാൽ പ്രവേശനം ഭാഗികമായി പോലീസ് നിരോധിച്ചിരിക്കുകയാണ്. നമ്മുടെ ഓട്ടോ സുഹൃത്ത് ചില ഊടുവഴികളിലൂടെയും അതുപോലെ ചില ട്രിക്കുകൾ പ്രയോഗിച്ചാണ് നമ്മളെ ഈ ഒരു സ്പോട്ടിലേക്ക് എത്തിക്കുന്നത്. പുതുമഴ പെയ്തതോടുകൂടി ഇവിടെയുള്ള പുൽമേടുകളെല്ലാം തളിർത്ത് വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. വേനൽക്കാലങ്ങളിലാണ് നമ്മൾ ഇവിടെ എത്തുന്നതെങ്കിൽ നമുക്ക് ഇത്രയും പച്ചപ്പോടുകൂടിയ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയുകയില്ല. വേനൽക്കാലങ്ങളിൽ ഇവിടെ ജലലഭ്യത വളരെ കുറവായതിനാൽ പുല്ലുകളെല്ലാം ഉണങ്ങിയ അവസ്ഥയിലായിരിക്കും നമുക്കിവിടെ കാണാൻ കഴിയുക. ഇവിടെ രാവിലെ തന്നെ ട്രെക്കിംഗ് ആരംഭിക്കും. നമ്മൾ ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോഴേക്കും ഒരുപാട് ടൂറിസ്റ്റുകൾ ട്രെക്കിംഗ് ഒക്കെ പൂർത്തീകരിച്ച് തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. അങ്ങ് ദൂരെ കാണുന്ന യു ഷേപ്പിലുള്ള പർവ്വതത്തിലേക്കാണ് നമ്മൾ ട്രെക്ക് ചെയ്ത് കയറാൻ പോകുന്നത്. വളരെ അകലെ നിന്നും അതിന്റെ മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ നമ്മൾ ഹരിഹർ ഫോർട്ട് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇങ്ങനെ ഒരു ട്രക്കിംഗ് ആദ്യമായിട്ടാണ്. ആരുമില്ല, എല്ലാവരും നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. ടൈമൊക്കെ കഴിഞ്ഞ് ചെറിയ ട്രിക്ക് പ്രയോഗിച്ചിട്ട് ഒരു ഓട്ടോക്കാര് നമ്മളെ ഇവിടം വരെ കൊണ്ടുവന്നത്. നമ്മൾ ഹരിഹർ ഫോർട്ട് 80 ഡിഗ്രി ചെരുവിലുള്ള എന്താ പറയാ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. അതെല്ലാം കയറിയിട്ട് വേണം പോകാൻ. അപ്പോൾ നമുക്ക് മുകളിൽ പോയിട്ട് നോക്കാം എന്താണ് കഥ എന്നുള്ളത്. പൈസ ജാനൊക്കെ ഇവിടെ ലോക്കലായിട്ടുള്ള കുറച്ച് ആളുകളെല്ലാം ഉണ്ട് കേട്ടോ. ഇതാ ആ കാണുന്ന ഇതിൻ്റെ ഒരു പാർട്ടാണ്. ഇത് വലിയൊരു കോട്ടയാണ്. യാദവ ഭരണകാലത്തൊക്കെ നിർമ്മിച്ച കോട്ടയാണ്. അതായത് ആ ടൈമിൽ ട്രേഡിങ്ങിൻ്റെ ഒരു പ്രധാന റൂട്ടാണിത്. അപ്പോൾ അത് നിരീക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കോട്ടയാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് വ്യാപാരികൾ പോകുന്നതും വരുന്നതൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് 80 ഡിഗ്രി ചെരിഞ്ഞിട്ട് സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോകണം. നമുക്ക് പോയി നോക്കാം. എത്രത്തോളം കയറുമെന്നറിയില്ല. ഭയങ്കര റിസ്ക് പിടിച്ചതാണ്. അതിൻ്റെ മുകളിലേക്ക് കയറുക എന്നുള്ളത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്.
എന്തായാലും നമ്മൾ വരുമ്പോഴത്തേക്ക് നനഞ്ഞ് പണ്ടാരടങ്ങുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതാണ്ടോ അമ്മാതിരി മൂടലാണുള്ളത്. ക്ലൈമറ്റ് ഭയങ്കര മോശമാണ്, നമുക്ക് അനുകൂലമല്ല കാലാവസ്ഥ. എന്തായാലും നമുക്ക് പോയി കയറി നോക്കാം. എന്തായാലും മുകളിൽ വരെ നമുക്ക് കയറാം. ഒരു കുപ്പി വെള്ളമെല്ലാം എടുത്തെങ്കിൽ ഇത്ര കുടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഈ രണ്ട് പർവ്വതത്തിൽ ഇതിന്റെ മുകളിലാണ് നമ്മൾ കയറുന്നത്, അതുമ്മലേക്ക് എത്തൂല. ഈ രീതിയിലുള്ള ഒരുപാട് പർവ്വതങ്ങൾ പിന്നെ ഇവിടെ ഈ ഡെക്കാൻ ഏരിയയിലുണ്ട്. മാലേഗാവ് ഏരിയയിലാണെങ്കിലും അതുപോലെ നാസിക് ഈ ഏരിയയിലൊക്കെ ഒരുപാട് ഇതുപോലുള്ള ഒറ്റപ്പെട്ട എന്താ പറയുക പർവ്വതങ്ങൾ ഇതുപോലത്തെ ഒരുപാടുണ്ട്. 1.5 മണിക്കൂർ മുകളിലേക്ക് കയറാനുണ്ട് എന്നാണ് പറയുന്നത്. 1.5 മണിക്കൂർ കയറാനുണ്ടെങ്കിൽ ഇറങ്ങാനും പെട്ടെന്ന് കഴിയും, ഇറങ്ങൽ പെട്ടെന്ന് കഴിയും. എല്ലാ ഫോട്ടും ട്രക്കിംഗ് ഒക്കെ കേരളമാണ് കുറച്ച് ബുദ്ധിമുട്ട്, ഇറങ്ങാൻ പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇത് 1.5 മണിക്കൂർ മുകളിലേക്ക് കയറാനുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇറങ്ങി വരുന്നവർ പറയുന്നത് നോക്കാം നമുക്ക്. ഇതിൻ്റെ ഇടയ്ക്ക് മഴയുടെ ബുദ്ധിമുട്ടുണ്ട്, നോക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ മഴ പെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ എൻട്രി നിരോധിച്ചത്. ഈ ട്രക്കിങ്ങിലെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള പാത കിടക്കുന്നത് ഈ ഒരു പർവ്വതത്തിന്റെ മുകളിലാണ്. ഇവിടെയാണ് 80 ഡിഗ്രി ചെരുവിൽ പാറ വെട്ടി നിർമ്മിച്ച സ്റ്റെപ്പുകൾ ഉള്ളത്. ഇത് കയറി വേണം നമ്മൾ മുകളിലെത്താൻ. അതുപോലെ ഈ ഒരു സ്റ്റെപ്പ് കയറലാണ് ഈ ട്രക്കിങ്ങിലെ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ളത്. നമ്മൾ മുകളിലേക്ക് കയറുന്ന വഴികളിലെല്ലാം പ്രദേശവാസികളായിട്ടുള്ള ആളുകളുടെ ചെറിയ ചെറിയ കടകൾ ധാരാളമായി കാണാം. ഇവരിവിടെ വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത് ലേസ്, ജോളോ, കുടിവെള്ളം, ബിസ്ക്കറ്റുകൾ തുടങ്ങിയവയാണ്. ഈ ഒരു പ്രദേശത്തെ കോടമഞ്ഞ് നല്ല രീതിയിൽ മൂടിയതിനാൽ ദൂരെയുള്ള കാഴ്ചകളൊന്നും നമുക്ക് വളരെ വ്യക്തമായി കാണാൻ പറ്റുന്നില്ല. രാവിലെ ട്രക്കിങ്ങിന് പോയ ആളുകൾ തിരിച്ചിറങ്ങുന്ന സമയത്താണ് നമ്മൾ ട്രക്കിംഗ് ആരംഭിക്കുന്നത്. ഇവിടെ ട്രക്ക് ചെയ്യുന്നവരെ സഹായിക്കാൻ ഗൈഡോ മറ്റു പ്രദേശവാസികളോ ആരും തന്നെ ഇല്ല. വളരെ വൈകി വന്നതിനാൽ നമ്മൾ തനിച്ചാണ് ട്രക്കിങ്ങിന് പോകുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കണ്ടിരിക്കുന്നത് ഇവിടുത്തെ മണ്ണോ അല്ലെങ്കിൽ കല്ലോ ഒന്നും തന്നെ സ്ലിപ്പറി അല്ല. ചെറിയ രീതിയിൽ പോലും നമ്മൾ മണ്ണിൽ നിന്നോ അല്ലെങ്കിൽ പാറയിലോ കല്ലിലോ ചവിട്ടിയാലൊന്നും സ്ലിപ്പ് ആവുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കണ്ടിരിക്കുന്നത്. കല്ലോ മണ്ണോ പാറയോ ഒന്നും തന്നെ സ്ലിപ്പ് ആവാതെ പ്രകൃതി ഒരുക്കിയ സംരക്ഷണം മാത്രമാണ് ഇവിടെ നമുക്കുള്ളത്. മഹാരാഷ്ട്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നോ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളോ ഗൈഡോ ഇവിടെ ലഭ്യമല്ല. മുകളിലേക്ക് കയറുന്തോറും ഈ ഒരു പ്രദേശത്തിന്റെ ഭംഗി വളരെ കൂടിക്കൂടി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ കുത്തനെയുള്ള ഈ കയറ്റങ്ങളെല്ലാം ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ കയറാനും ഇറങ്ങാനും പറ്റുന്നത് ഇവിടെയുള്ള കല്ലോ മണ്ണോ ഒന്നും തന്നെ സ്ലിപ്പ് ആവുന്നില്ല എന്നുള്ള പ്രത്യേകത കൊണ്ട് മാത്രമാണ്. മഴക്കാലത്ത് സ്ലിപ്പാവാതെ ഈ ഒരു കോട്ടയിലേക്ക് സുരക്ഷിതമായി കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ വേനൽക്കാലത്ത് ഇതിനേക്കാൾ സുരക്ഷിതമായി നമുക്ക് കയറാൻ പറ്റും. ആളുകൾ വളരെ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വീക്കെൻഡിലും അതുപോലെ മറ്റു ഒഴിവു ദിവസങ്ങളിലും ഈ ഒരു ട്രക്കിംഗ് നമ്മൾ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വളരെ അപകടം പിടിച്ച കുത്തനെയുള്ള കയറ്റങ്ങളായതിനാൽ ഏതെങ്കിലും ഒരാൾക്ക് ചെറിയ രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങളോ മറ്റു ബുദ്ധിമുട്ടോ ഉണ്ടായാൽ അവരുടെ ബാക്കിൽ ട്രക്ക് ചെയ്തു കയറുന്നവരെയും ഇത് ബാധിക്കും. ഹരിഹർ ഫോർട്ടിലേക്ക് ട്രക്ക് ചെയ്യാൻ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ദിവസങ്ങൾ തിരക്ക് വളരെ കുറവുള്ള വർക്കിംഗ് ഡേയ്സ് ആണ്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഈ ഒരു സ്ഥലത്ത് ട്രക്കിങ്ങിനായി എത്തുന്നുണ്ട്. ആരും തന്നെ മറ്റുള്ളവരുടെ സുരക്ഷ നോക്കുകയില്ല. ഒന്നിനു പിറകെ ഒന്നായി ആളുകൾ കുത്തനെയുള്ള സ്റ്റെപ്പ് കയറുന്നത് ഏത് നിമിഷവും അപകടം സംഭവിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണ്. ഈ ഒരു ട്രക്കിങ്ങിന്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പോട്ടിലൂടെയാണ് ഇനി നമ്മൾ കയറാൻ പോകുന്നത്. ഈ ഒരു സ്പോട്ടിൽ കയറാനോ ഇറങ്ങാനോ വ്യക്തമായ ഒരു പാത ഇവിടെ ഇല്ല. എന്നാൽ അത് കാണിച്ചു തരാൻ പ്രദേശവാസികളായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ഗൈഡോ ഇവിടെ ഇല്ല. ആളുകളെല്ലാം പല പല വഴികളിലൂടെയാണ് ഇവിടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. ആർക്കും തന്നെ സുരക്ഷിതമായ ഒരു ഗൈഡൻസ് ഇവിടെ ലഭിക്കുന്നില്ല. ആളുകളുടെ ജീവന് പുല്ലുവില പോലും കൽപ്പിക്കാത്ത ഒരു ടൂറിസം ഡിപ്പാർട്ട്മെന്റിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഈ ഒരു സ്പോട്ടിലേക്ക് ആളുകളെ 30 രൂപ ടിക്കറ്റിൽ വെറുതെ കടത്തിവിടുകയല്ലാതെ യാതൊരു സുരക്ഷയും ഇവിടെ ടൂറിസ്റ്റുകൾക്ക് ലഭിക്കുന്നില്ല. ഈ ഒരു നിമിഷമാണ് നമ്മൾ കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിനെ ഓർത്തു പോകുക. മുട്ടോളം മാത്രം വെള്ളമുള്ള കുറുവാ ദ്വീപിലേക്ക് ആളുകളെ കടത്തിവിടുവാനും അവർക്ക് സുരക്ഷയൊരുക്കുവാനും 100 കണക്കിന് ഗൈഡുമാരെ നമുക്ക് കാണാം. ടൂറിസ്റ്റുകൾ വളരെയധികം ബുദ്ധിമുട്ടി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കാണുമ്പോൾ പോലും സഹായിക്കാൻ ഇവിടെ ആരും എത്തുന്നില്ല. ഞാൻ അതിലേ ഒന്ന് കയറാൻ നോക്കി, വേറൊരു വഴി വെട്ടിയിട്ട് ഉള്ളിലൊരു കാളല് വേഗം തിരിച്ചിപ്പുറത്തോട്ടല്ല വന്നു.
മഞ്ഞ് ഇങ്ങനെ പറക്കുന്നു. മഞ്ഞില്ലെങ്കിൽ നമുക്ക് താഴ്ഭാഗങ്ങളെല്ലാം കാണാൻ വരുന്നു, പക്ഷെ രക്ഷയില്ല. ആ കാറ്റാട്ടോ. ഫുള്ള് കാറ്റാട്ടോ, കാറ്റ് പാറിപ്പോ. ഭയങ്കര കാറ്റ് വരുന്നുണ്ട്. ഇതാ ഈ ഒരു ഹൈറ്റാ പോലെ കയറുന്നുണ്ട്. ഞാൻ കയറത്തില്ല. പാറിപ്പോ ഭയങ്കര കാറ്റ്. एकदम ओके सेंटर एकदम ठीक. ഇവിടെയൊക്കെ സ്റ്റെപ്പിന്റെ മുകളിൽ ചെറിയ ചെറിയ പിടുത്തമുണ്ട് കേട്ടോ. അത് പിടിച്ച് പിടിച്ച് വേണം കയറാൻ. കയറിയ സേഫാ. ഇത് കയറാണ്ട് നിന്നാ ഏറ്റവും സേഫ്. ഇനി കുറച്ചും കൂടി ഉള്ളു കേട്ടോ. ഞാൻ പലവട്ടം ആലോചിച്ച് കയറണോ. കാലാവസ്ഥ പ്രതികൂലാണ്. കയറണമെന്ന് പലവട്ടം ആലോചിച്ചു. പിന്നെ രശ്മി കുട്ടി കയറി. ഹലോ റിസ്കാ. ഇത്രയും റിസ്ക്കുള്ള ട്രക്കിങ് നമ്മൾ വേറെ ചെയ്തില്ല, നേരെ ചെയ്തില്ല. താഴേക്ക് ഇറങ്ങി വരുന്നൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. എങ്ങനെ എടുക്കാനാ? ഉള്ള കയറുന്ന കിട്ടിയെന്നെ നോക്കി. ഏറ്റവും മുകളിൽ കയറിയിട്ടുണ്ട്. कहाँ से? मैं केरला से. आपका नासिक. 50 केरला से. इंस्टाला वो व्हाट्सएप पे शेयर करता हूँ. स्पाइस रूट. हाँ मोन മുകളിലെത്തിട്ടോ. ഇതിലെത്തിയില്ലേലും ഒരു കുഴപ്പമില്ല. ഇത്രയും റിസ്ക് എടുത്തിട്ട് മുകളിൽ കയറി. ഇത്രയും അഡ്വഞ്ചർ നമ്മൾ ഇത് വേറെ ചെയ്തിട്ടില്ല. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അഡ്വഞ്ചർ. എനിതാ ഈ ഒരു റൂട്ടിലൂടെ ഇങ്ങനെ ഈ ഒരു മല ചുറ്റും ഇങ്ങനെ നടക്കുന്നു. എന്റെ മക്കളെ ഇത് ഈ മലയുടെ സൈഡ് കൂടെയുള്ള വഴിയാണ് കേട്ടോ. പാറ വെട്ടി 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 ആക്കി വെച്ചു. ഇങ്ങോട്ടൊക്കെ ഒന്നും കാണുന്നില്ല. ഇവിടെയല്ലോ റിസ്ക് എടുത്ത് കയറി എൻ്റെ വീട്ടുകാരെല്ലാം ഇറങ്ങിക്കണ്ട എന്നെ വെടിവെച്ച് കൊല്ലും. आओ भाई आओ इधर सेफ है. और ऊपर है. बहुत डेंजर है. अभी तो डेंजर है. हाँ डेंजर है. मजा आएगा. डेंजर है, मजा आएगा. എന്താ പൊന്നോ. പൊട്ട നിൽക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്ക് ഇവിടെ കൈവരെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. ഛത്രപതി ശിവാജി മഹാരാജ് കി ഹര ഹര നാനേ. भाई 2 मिनट रुको, हम ये नीचे. हां we are 3 people only. जय
ചെറിയ രീതിയിൽ താഴൊക്കെ കാണാം. അപ്പോൾ ഞാനതിന് മുകളിൽ കയറുന്നില്ല, മടുത്ത് ഞാൻ താഴെ കിടക്കണം. ഞാൻ താഴെ കിടക്കുന്നതിന് അവല മതി ബന്ദ്. എന്ത് മുകളിൽ കയറിയിട്ട് കിട്ടാനുള്ള ഇത്ര റിസ്ക് എടുത്തിട്ട് ഒന്നുമില്ല. ഇതുപോലെയുള്ള കാഴ്ചകൾ തന്നെയായിരിക്കും. പക്ഷേ ഞാൻ നിർത്തി. ആ എന്നാൽ കയറി നോക്കാം. ഇനി അധികം റിസ്ക് ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ വളരെ റിസ്ക് എടുത്ത് നമ്മൾ ഇതിന്റെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ല രീതിയിൽ കോടമഞ്ഞ് മൂടിയതിനാൽ നമുക്ക് ദൂരെയുള്ള കാഴ്ചകൾ ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. താഴ്ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ വളരെ മനോഹരമായിരുന്നു. പക്ഷെ കോടമഞ്ഞ് അത്രയും മൂടിക്കിടക്കുകയാണ്. അപ്പോൾ നമുക്കൊന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. മുകളിലെത്തിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഹനുമാൻ വിഗ്രഹവും അതുപോലെ 2-3 കുളങ്ങളും മാത്രമാണ്. याच्यात असेल दम त्याने द्यायचं इथं. എന്റെ പൊന്നോ, നമ്മള് ഇത്രയും റിസ്ക് എടുത്തിട്ട് ഞാൻ ഇതുവരെ ഒരു ട്രക്കിങ്ങും ചെയ്തിട്ടില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ റിസ്കി ട്രക്കിംഗ് ആണിത്. നമ്മളെ ചേമ്പ്ര പീക്കൊന്നും ഒന്നുമല്ല ഇത് വെച്ച് നോക്കുമ്പോൾ. ഇപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. താഴെ നിന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഏറ്റവും ടൂറിസ്റ്റുകളുടെ സേഫ്റ്റി നോക്കി കളിക്കുന്നത് കേരളം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കണക്കാണ്. ठीक 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 ठीक. നമ്മളെ കുറെ വീഡിയോന്റെ ഓഡിയോ പോയി കേട്ടോ. എടുത്ത ഓഡിയോസ് ഒന്നും കാണാനില്ല. हाँ नहीं आप लोग आगे हम ऐसे धीरे धीरे उतरेंगे ना, ये जो है ना अंदर का, वहाँ से तुम सामने से लो, सामने से. हाँ ठीक ठीक ठीक. वो आवाज लगा करो शांत. ഇനിയാണ് ഇറങ്ങാനുള്ള പണികൾ കേട്ടോ. अच्छा था, बहुत मजा आया. ठीक है. ഇനിയാണ് നമ്മളെ ഇറക്കം, പിടിയിറക്കം. അതോ ഓർക്കുമേ കാല് വിറക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ട്രക്കിംഗ് ആണിത്. ഇതുപോലൊരു ട്രക്കിംഗ് നമ്മൾ മുന്നേ എടുത്തില്ല. ഒരാള് വീണ് കണ്ടുണ്ടല്ലോ, മൊത്തം നിരനിരയായിട്ട് അങ്ങ് പോകും. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രശ്നം. छत्रपति शिवाजी महाराज की जय. जय बाबा माने. നമ്മളങ്ങനെ താഴെ എത്തിട്ടോ. താഴേക്ക് ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അത്രയും ഡേഞ്ചറാണ്. ഇപ്പോ കാലിന് നല്ല വേദനയാണ്. ഇത് ഇറങ്ങുമ്പോൾ ഒന്ന് വെള്ളത്തിലൊക്കെ നനഞ്ഞ് മസിലൊക്കെ കയറി ഭയങ്കര വേദനയാണ് കാല്. നമ്മള് ഒരു രക്ഷയുമില്ല. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് താഴേക്ക് ഇറങ്ങിയതാണ്. താഴേക്ക് കുത്തനെയുള്ള സ്റ്റെപ്പ് ഇറങ്ങുന്നൊന്നും വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ അത് എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവനോടെ വീട്ടിലെത്തൂല. അത്രക്കും ഡേഞ്ചറാണ്. നല്ല പിടിച്ചു വേണം താഴേക്ക് ഇറങ്ങാൻ. ഈ ഒരു സ്പോട്ട് ട്രക്കിങ്ങിന് വേണ്ടി ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യില്ല, കാരണം അത്രയും ഡേഞ്ചറാണ്. അതുപോലെ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ ഇല്ല. 12 ആനയും അതിൻ്റെ തോട്ടിയും തരാന്ന് പറഞ്ഞാലും ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറില്ല. നമ്മൾ തിരിച്ചിറങ്ങിട്ടോ താഴെ എത്തി നമ്മൾ. അങ്ങോട്ടേക്കൊന്നും ഒന്നും കാണുന്നില്ല. മുകളിൽ കയറുമ്പോൾ അത്രയും പേടിയാണ്. മനുഷ്യരുടെ നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് കാളും. തിരിച്ച് പുരക്കാരല്ല ഓർമ്മ വന്നു. പുരയിലെ കുഞ്ഞിനെയും ഉമ്മാനെയും പെണ്ണുങ്ങളെല്ലാം ഒന്നേരം ഓർമ്മ വരും. പോയിട്ട് കാണാൻ പറ്റുമോ എന്നുള്ളത്. ഇത്രയ്ക്ക് റിസ്ക്. ആരും ഇങ്ങോട്ടേക്ക് വരാണ്ടിരിക്കുന്ന ഏറ്റവും നല്ലത്. ഞാൻ സജസ്റ്റ് ചെയ്യില്ലായിരിക്കും. ഇത്രയ്ക്ക്
അപകടം ഏത് നിമിഷവും സംഭവിക്കാം. അപകടം പതിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരാൾക്ക് ചെറിയൊരു കാല് സ്ലിപ്പറി ആയാൽ, പിടുത്തം വിട്ടാൽ നിരനിരയായിട്ട് ഇങ്ങനെ താഴെ പോരും. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. ആരും വെയിറ്റ് ചെയ്യൂല. ഒരാൾ പിന്നെ നമ്മൾ ഇറങ്ങിയാൽ അതിൻ്റെ തൊട്ട് താഴെ ആളുകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അതിൽ നിന്ന് ഒരാൾക്ക് കൈയൊന്ന് തെന്നിയാൽ മതി, മൊത്തം ആളും താഴേക്ക് പോകാൻ. അപ്പോൾ ആരും റിസ്ക് എടുത്ത് അതിൻ്റെ മുകളിൽ കയറാണ്ടിരിക്കുക. വീഡിയോ കാണുക. ഇത് യൂട്യൂബിലെല്ലാം ഒരുപാട് വീഡിയോസ് ഉണ്ട്, അത് കണ്ടാൽ മതി. ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കണ്ട. അതിലെ നല്ലൊരു വഴിയുണ്ട്, അത് ഒഴിവാക്കിയിട്ട് അതിലേ കടക്കുന്നത്. आप कैसे आया? कैसे आया? അങ്ങനെ നമ്മൾ താഴെ എത്തിട്ടോ. ഇനി നമ്മൾ ത്രംബക്കിലേക്ക് പോവാണ്. ത്രംബക്കിൽ നിന്നാണ് നാസിക്കിലേക്ക് ബസ്, നാസിക് ടു വാഷി. അങ്ങനെയാണ് നമ്മളെ പരിപാടി. ഇതൊക്കെ ഇവിടെയുള്ള ചെറിയ ചെറിയ ചായക്കടകളാണ്. ചായക്കടകളൊന്നും ആരുമില്ല. ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ടും അതുപോലെ പോലീസ് കടത്തിവിടാത്തതുകൊണ്ടൊക്കെ ഒരുപാട് ആളുകൾ വേറെ വഴിക്കൊക്കെ പോയി. നമ്മൾ നല്ല